എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും LPSക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരിക്കും, പ്രിപ്പറേഷനിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാം. നമുക്ക് കറക്റ്റ് ദിവസങ്ങളേ ഉള്ളൂ റിവിഷന് വേണ്ടിയിട്ട്. അറിയാലോ എപ്പോഴാണ് പരീക്ഷ എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ ദിവസങ്ങളും സമയങ്ങളും ഡിവൈഡ് ചെയ്ത് ഓരോ സബ്ജക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോൾ ഒരു UPSC എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ഏത് ഭാഗത്താണ് വീക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ഞാൻ പക്കയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനനുസരിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് കൃത്യമായി റിവിഷൻ ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ കണ്ട് നമ്മുടെ കയ്യിലുള്ള നോട്ടുകൾ റിവൈസ് ചെയ്തിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഞാൻ നിങ്ങൾക്കൊരു വാർത്ത ഷെയർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാം. എൻ്റേതായിട്ടുള്ളൊരു ടൈം ടേബിളും ഞാൻ ഷെയർ ചെയ്ത് തരാം. വലിയ ടൈം ടേബിളൊന്നുമല്ല, അതനുസരിച്ചായിരിക്കും ഞാൻ ഈ ചാനലിൽ വീഡിയോസ് ഇടുക. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തൊഴിൽ വാർത്തക്കാർ നമ്മുടെ കഴിഞ്ഞ എക്സാമിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നൊന്ന് നോക്കി നോക്കാം. കുഴക്കിയില്ല ഹെഡിങ് പോലെ തന്നെ സത്യമാണ്. ഒരു വിഭാഗം ആളുകൾക്ക് ഈസിയും എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾക്ക് വളരെ ടഫായിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് മൊത്തത്തിൽ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുമ്പോഴും പൊതുവെയുള്ള അഭിപ്രായങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മീഡിയം ആയിട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് എക്സാം ആയിട്ട് ആരും പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല അല്ലേ. ഇപ്പോൾ സയൻസ് ബേസ് ഉള്ളവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരാൾക്കും എളുപ്പമാണ് എക്സാം. ഈ ആർട്സ് സബ്ജക്റ്റ് എടുത്തവർക്ക് അവർക്കറിയാം ഇംഗ്ലീഷും മലയാളവും ഞാൻ പക്കയാണ്, ബാക്കിയുള്ളത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ച ആളുകൾക്ക് കുറച്ച് നിരാശയായിട്ടുണ്ട്. കാരണം ആ ഭാഗം നമ്മൾ കിട്ടുന്ന ഉറപ്പിച്ചു പോയതാണ് ഇംഗ്ലീഷും മലയാളവും. അങ്ങനെ പോയവർക്കായിരിക്കും നിരാശ ഉണ്ടായിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, എനിക്ക് മലയാളമായിരുന്നു നല്ല ടഫ്. എനിക്ക് ആകെ 2-3 മാർക്കേ എനിക്ക് മലയാളത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ തന്നെ ഏതോ ഒന്ന് എഴുതണം എന്ന് വിചാരിച്ചിട്ട് എഴുതാതെ പോന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് അത് ശരിയായിരുന്നു എന്ന് അറിഞ്ഞത്. അത് പോട്ടെ, അത് കഴിഞ്ഞു. നമുക്കിനി LPSക്ക് പഠിക്കാം. എനിക്ക് LPS ഇല്ല, എനിക്ക് UPSC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂടെ ഞാൻ വീഡിയോസ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം. UPSC പരീക്ഷയ്ക്ക് സമ്മിശ്ര പ്രതികരണം. അതെ, സൈക്കോളജിയിൽ എക്സ്ക്ലൂസീവായി തൊഴിൽ വാർത്ത. എന്താണ് പറയുന്നത്? വിവിധ ജില്ലകളിലെ UP സ്കൂൾ ടീച്ചർ നിയമനത്തിനായി ജൂലൈ 6 PSC നടത്തിയ പരീക്ഷ നന്നായി തയ്യാറെടുത്തവർക്ക് എളുപ്പമായപ്പോൾ ശരാശരി തയ്യാറെടുപ്പോടെ സമീപിച്ചവർക്ക് കഠിനമായി. ചരിത്ര വിഭാഗത്തിലെ ചോദ്യങ്ങൾ പൊതുവെ കണ്ടുവരുന്ന രീതിയിലുള്ളതായിരുന്നു. സയൻസിലെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ സയൻസ് ഇതര വിഭാഗക്കാരെ കുഴക്കി. നമ്മൾ പറഞ്ഞില്ലേ, സയൻസിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ചോദ്യങ്ങളല്ല വന്നത്. അതുകൊണ്ട് സയൻസ് ഓൾറെഡി നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈവൻ ഞാൻ സയൻസ് സബ്ജക്റ്റ് മെയിൻ എടുത്ത് പഠിച്ച ഒരാളായിരുന്നിട്ട് കൂടി എനിക്ക് ചില ചോദ്യങ്ങൾ കണ്ടപ്പോൾ കൺഫ്യൂഷനായി. കാരണം നമുക്ക് ബേസ് ഇല്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, വേറെ വലിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കുക ചെയ്യുന്നത്. ബേസ് ഇല്ലാതെ ഇത്രയും വലിയ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് PSC എഴുതിയപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. കാരണം ക്വസ്റ്റ്യൻ കാണുമ്പം അതാണോ ഇതാണോ എന്ന് പോലും പഠിച്ച ഒരാൾക്ക് പോലും കൺഫ്യൂഷൻ വരുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ്. ഗണിതത്തിൽ 50% മാർക്ക് ഏതാണ്ട് എല്ലാ വിഷയക്കാർക്കും നേടിയെടുക്കാവുന്ന വിധത്തിലുള്ളതാണ്. ശരിയായിരുന്നു. സൈക്കോളജിയിലെ ചോദ്യങ്ങളെല്ലാം തൊഴിൽ വാർത്തയിലെ മോക്ക് ടെസ്റ്റിൽ കൈകാര്യം ചെയ്തവയായിരുന്നു. സത്യമാണ്, കുറേ ഭാഗങ്ങൾ ഈ ഹരിശ്രീ തൊഴിൽ വാർത്ത എന്ന ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്, ഹരിശ്രീയൊക്കെ എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആവാറുണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞ പല പോയിൻറ്റ്സും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. മാക്സിമം എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ഉൾപ്പെടുത്തിയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോയിൻറ്റുകളൊക്കെ ഏറെക്കുറെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്ന സമയത്ത്. ഓക്കെ, ബാക്കി ചില ചോദ്യങ്ങൾ കാര്യമായ മാറ്റമില്ലാതെ വരികയും ചെയ്തു.
തൊഴിൽ വാർത്ത മോക്ക് ടെസ്റ്റ് ചെയ്ത് ശീലിച്ചവർക്കെല്ലാം ഇതിൽ മുഴുവൻ മാർക്കും നേടാനാവും. ഇംഗ്ലീഷും മലയാളവും ചോദ്യശൈലി കൊണ്ട് ഇതര വിഷയക്കാർക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. പരീക്ഷയിലെ ഏറ്റവും കഠിനമേറിയ വിഭാഗമായി ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ചൂണ്ടിക്കാട്ടുന്നത് മലയാളം ചോദ്യങ്ങളെയാണ്. കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ പൊതുവെ കുഴക്കുന്നതായിരുന്നില്ല. പക്ഷെ ഞാൻ പഠിച്ച കറണ്ട് അഫയേഴ്സും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ചിലത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതായിപ്പോയത്. അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി എന്ന് പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ വന്നുപോയി ആ സമയത്ത്. അപ്പോൾ പേടിയായി അറ്റൻഡ് ചെയ്യാൻ, നെഗറ്റീവ് അടിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതും ശരിയായിരുന്നു എന്ന് പിന്നെ ആൻസർ കീ നോക്കുമ്പോൾ അറിയുമ്പോഴുള്ളൊരു വിഷമം. കട്ട് ഓഫ് മാർക്ക് പരിഷ്കരിച്ച സിലബസ് മുൻകൂട്ടി ലഭ്യമായതും എല്ലാ വിഷയങ്ങൾക്കും സിലബസിൽ ഏതാണ്ട് തുല്യ പരിഗണന ലഭിച്ചതും ഇത്തവണത്തെ പരീക്ഷയുടെ പ്രത്യേകതയാണ്. അതേസമയം കഴിഞ്ഞ തവണത്തെ പരീക്ഷയുടെ അനുകൂല ഘടകങ്ങളിൽ പ്രധാനമായ അടച്ചിടൽ സമയം, അതായത് ഇത്തവണ പഠനത്തിന് ലഭിച്ചില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ എല്ലാവർക്കും ഈക്വൽ ടൈമാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈമായിരുന്നു. ആ സമയത്ത് ഒട്ടുമിക്ക ആളുകളും വീട്ടിലിരുന്ന് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. കോവിഡ് കാലത്ത് ഉദ്യോഗാർത്ഥികളെല്ലാം വീട്ടിലിരുന്ന് കൂടുതൽ സമയം തയ്യാറെടുത്തു എന്നത് അന്ന് കട്ട് ഓഫ് മാർക്ക് ഉയരാൻ പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. എങ്കിലും 14 ജില്ലകളുടെയും കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് നേരിയ വ്യത്യാസത്തോടെ ഇത്തവണയും ആവർത്തിക്കാനാണ് സാധ്യത. പട്ടികയുടെ വലുപ്പത്തിനനുസരിച്ച് 54 മുതൽ 68 വരെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. വലിയ ലിസ്റ്റിനു സാധ്യതയുള്ള ജില്ലകളിൽ 60 മുതൽ 66 60ന്റെ 66ന്റെ ഉള്ളിലാവാനാണ് സാധ്യത. അപ്പോൾ ഇവർ ഒരു പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ, 54, 68 ആ ഒരു റേഞ്ചാണ് ഇവരിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആർക്കും കട്ട് ഓഫ് ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് ആണ് വരിക അല്ലേ. ഒരുപാട് പേരെഴുതിയ ജില്ലകളും കുറച്ച് പേരെഴുതിയ ജില്ലകളും കാണും. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വരുന്ന പല കമൻസിനും എനിക്ക് റിപ്ലൈ ഇല്ല. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ 1-2 കമൻറ്റിന് റിപ്ലൈ കൊടുത്തു, എനിക്കിതിനെപ്പറ്റി അറിയില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാത്തിനും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം എന്നുള്ള കമൻറ്റ് കൊടുക്കാനും എനിക്കൊരു ധൈര്യമില്ല. കാരണം എനിക്ക് ഈ കട്ട് ഓഫിനെ കുറിച്ച് പറയാൻ അറിയില്ല. കാരണം നിങ്ങളെപ്പോലെ പഠിച്ച് പരീക്ഷ എഴുതിയ ഒരാളാണ് ഞാൻ. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ തന്നെ എനിക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് സത്യമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ടാണ് പല കമൻറ്റിനും റിപ്ലൈ തരാതായി പോകുന്നത്. അപ്പം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് അതിന് റെസ്പോണ്ട് ചെയ്തു. അതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായി ഒരു വിഭാഗം ആളുകൾക്ക് ടഫായിരുന്നു എന്നുള്ളത്. സാരമില്ല, LPSC ഉള്ളവർക്ക് നല്ല പ്രതീക്ഷ മുന്നോട്ട് വെക്കാം. നമുക്ക് ഇനിയും പഠിക്കണം. കുറച്ച് ദിവസം കൂടി, ഇത്രയും ദിവസം നമ്മൾ പഠിച്ചില്ലേ, ഇനി കുറച്ച് ദിവസങ്ങളും കൂടി നമ്മളൊന്ന് ശ്രമിച്ച് നോക്കാം. നമുക്ക് കിട്ടും, കിട്ടാതിരിക്കില്ല. നമ്മളെ LP UP ചതിക്കില്ല എന്ന് പലരും പറയാറുണ്ട്. ബാക്കിയുള്ള എക്സാം പോലെയല്ല, നമ്മൾ പഠിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് LPSCക്ക് വേണ്ടിയിട്ട് ഇനി പഠിച്ചു തുടങ്ങാം. അപ്പം ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ആക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് 19 ഡേറ്റ് 20 എക്സാം, 19-ാം തീയതി വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഓരോ സബ്ജക്റ്റും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് മൺഡേ കേരള ഹിസ്റ്ററി പഠിക്കാം, 9-ാം തീയതി ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും, 10-ാം തീയതി ജോഗ്രഫിയും എക്കണോമിക്സും നോക്കുക, 11-ന് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുക, 12-ന് ഫിസിക്സ്, 13-ന് കെമിസ്ട്രി, 14-ന് ബയോളജി, 15-ന് സൈക്കോളജി, 16 മാത്സ്, 17 ഇംഗ്ലീഷ്, 18 മലയാളം, 19-ന് കറണ്ട് അഫയേഴ്സ് പ്ലസ് എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവിഷൻ. ഇത്രയും സബ്ജക്ട്സിന് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം കൊടുത്തിട്ടുള്ള ഒരു റിവിഷൻ. ഓക്കെ, ശേഷം നമ്മൾ എക്സാം പൊളിച്ചെഴുതുന്നു. ഓക്കെ, ഞാൻ ക്ലാസ്സുകളൊന്നും ഇതിനകത്ത് ഇടാറില്ല എന്ന് നിങ്ങൾക്കറിയാം. ചില ക്ലാസ്സുകളൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ മെയിൻലി ഇത്രയും ദിവസമായിട്ട്, അതായത് LP UPക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹരിശ്രീയിലും തൊഴിൽ വാർത്തയിലും വന്നിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് കേരള ഹിസ്റ്ററി ആണല്ലോ, കേരള ഹിസ്റ്ററിയിൽ ഹരിശ്രീയിൽ വന്നിട്ടുള്ള ആ ഭാഗത്തു നിന്ന് അവർ തന്നിട്ടുള്ള ചോദ്യങ്ങളെല്ലാം വേണമെങ്കിൽ മോക്ക് ടെക്സ്റ്റ് ഒന്നും ഉൾപ്പെടുത്താം. എനിക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം എന്താണ് ഞാൻ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസും പ്ലസ് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷനും തരാം. ഞാൻ അങ്ങനെ ഒരുപാട് ടൈം എടുത്തിട്ട് ഒരു ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. കാരണം എല്ലാവരും റിവിഷൻ സോണിലാണെന്ന് എനിക്കറിയാം. ആർക്കും സമയമൊന്നും ഒരുപാടില്ല ഇങ്ങനെ കേൾക്കാനും കാണാനൊന്നും. ഇതന്നെ ഇപ്പോൾ കുറച്ച് സമയം എടുത്തു പോയി, സോറി.
അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് കേരള ഹിസ്റ്ററീൻ്റെ ഒട്ടുമിക്ക ചോദ്യങ്ങളും തൊഴിൽ വാർത്ത ഹരിശ്രീ കേട്ടോ. ഞാൻ PYQ ഒന്നും എടുക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ തിരഞ്ഞാൽ തന്നെ കിട്ടും. പിന്നെ ഞാനും ചെയ്തിട്ടുണ്ട് ഒത്തിരി PYQ. ഞാൻ PYQ എന്നൊക്കെ തന്നെയാണ് അധികം ക്വസ്റ്റ്യൻസും എടുക്കാറുള്ളത്. എനിക്ക് കിട്ടുന്ന സ്ഥലത്തു നിന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ രീതിയിലൊന്ന് പഠിക്കാം. അപ്പോൾ ഇന്ന് കേരള ഹിസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്തിടാം കേട്ടോ. നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കൂ, ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അതേപോലെ നാളെ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് അവിടുന്ന് വന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരാം. അങ്ങനെ നമുക്ക് 20-ാം തീയതി വരെ കൊണ്ടുപോകണം. 20-ാം തീയതി നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതണം. ഈ എക്സാമിന് എന്തൊക്കെ പോരായ്മകൾ വരുത്തിയിട്ടുണ്ടോ അതെല്ലാം നികത്തിയിട്ട് നമുക്ക് ഈ എക്സാം എഴുതണം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ക്ലാസ് തരാൻ വിചാരിക്കുന്നത്. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു ടൈം ടേബിൾ എന്നില്ല, ഓരോ ദിവസവും ഓരോരോ സബ്ജക്റ്റിന് കൊടുത്തു. പിന്നെ കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പോൾ കേരള ഹിസ്റ്ററി ഇന്ന് പഠിച്ചു എന്ന് വെച്ച് ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നുറങ്ങുന്നവരെ കേരള ഹിസ്റ്ററി മാത്രമേ നോക്കാവൂ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ സബ്ജക്റ്റിന് ഓരോ ദിവസം എന്ത് ചെയ്യുക, കൂടുതൽ സമയം കൊടുത്ത് ഊന്നൽ നൽകി പഠിക്കാം. പ്ലസ് നിങ്ങൾക്ക് ഓരോ ദിവസവും മാത്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളം, ഇതിനൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസവും കുറച്ച് സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കേരള ഹിസ്റ്ററി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചാൽ പിന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുക, കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നോക്കുക, കുറച്ച് ഇംഗ്ലീഷ് മലയാളമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെയും കൂടി ചെയ്താൽ പക്കാ റിവിഷനായി. അതും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീഡിയോസ് ചെയ്യുക ഈ ഒരു ഓർഡറിലായിരിക്കും എന്നാണ് പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടേക്കാം കേട്ടോ. എന്തായാലും ടെലിഗ്രാമിൽ ഇട്ടേക്കാം. അങ്ങനെ ചെയ്യാം നമുക്ക്. പിന്നെ അവസാനഘട്ട പ്രിപ്പറേഷൻസിൽ എന്നെ സഹായിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൈലത്തിലെ റിവിഷൻ ക്ലാസ്സുകളും മാരത്തോൺ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജെറിൻ സാറിൻ്റെ റിവിഷൻ ക്ലാസ്സുകളുണ്ടായിരുന്നു യൂട്യൂബിൽ. അതെനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അവരുടെ മാത്സ് ക്ലാസ്സുകൾ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു. പിന്നെ മൻസൂർ സാറിൻ്റെ സൈക്കോളജി എനിക്ക് ഒന്നും പറയാനില്ല. അതിൽ 20-ൽ 20 മാർക്കും കിട്ടുമായിരുന്നു. എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എനിക്ക് 2 മാർക്ക് അതിൽ പോയത്. അപ്പം അത് മൻസൂർ സാറിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയാൽ നിങ്ങളൊന്ന് കാണും കേട്ടോ. കാരണം സാറിന് ഒരു ക്ലാസ് മതി, നമുക്ക് റിവിഷൻ്റെ ഒന്നും ആവശ്യം ശരിക്കും അവിടെ വരുന്നില്ല. അത്രയും നല്ല ക്ലാസ്സാണ് എനിക്ക് സൈക്കോളജിയിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ സബ്ജക്റ്റും അതെ, എന്നാൽ ഇതാണ് എനിക്ക് കുറച്ചും കൂടി എടുത്ത് പറയാനുള്ളത്. പിന്നെ ഷോർട്ട് നോട്ടുകൾ എഴുതുമായിരുന്നു ഞാൻ. അതായത് എനിക്ക് നോട്ടുകളാണുള്ളത്, റാങ്ക് ഫയൽ വെച്ചല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ നോട്ടും ഉണ്ടായിരുന്നു. പ്ലസ് അവസാനം നമ്മളൊരു റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഷോർട്ട് നോട്ട് എഴുതി വെക്കുമായിരുന്നു ഞാൻ. അതായത് പരീക്ഷേൻ്റെ തലേന്നും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന അന്നും ഉള്ള സമയം എനിക്ക് മറച്ചിട്ട് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ടുകൾ ഞാൻ തയ്യാറാക്കാറുണ്ടായിരുന്നു. നോട്ട് എന്ന് ഉദ്ദേശിച്ച പോയിൻ്റ്, ജസ്റ്റ് പോയിൻ്റ് മാത്രം എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ആ പോയിന്റുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പഠിച്ച ഒരാളാകുമ്പോൾ പോയിന്റ് കണ്ടാൽ ആ പോയിന്റിൽ നിന്ന് എന്താണ് ഞാൻ പഠിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുമല്ലോ. ആ രീതിയിലുള്ള പോയിന്റുകൾ എഴുതി വെക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് രാവിലെ ഞാൻ പല ഭാഗങ്ങളും മറച്ചിട്ട് നോക്കിയപ്പം ആ ഉത്കൽ, ഒഡീഷ എന്നൊക്കെ പറയുന്ന, സത്യമായിട്ട് എനിക്ക് ഉത്കൽ അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആ നോട്ടിൽ അത് കണ്ടത് എനിക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്, ഒഡീഷ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നദികളുടെ കാര്യമാണെങ്കിലും നദികളൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയിരുന്നു നദികളൊക്കെ. അതൊക്കെ എനിക്ക് ഈ ഷോർട്ട് നോട്ട് എഴുതി വെച്ചതിൽ നിന്നാണ് ഒരു ഓർമ്മ. നമ്മൾ സ്വന്തമായിട്ടൊരു നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഓർമ്മ വരും. പരീക്ഷാ ഹാളിൽ ഉറപ്പാണ് നിങ്ങൾക്കത് ഓർമ്മ വരും. ഓക്കെ, അതേപോലെ എന്തെങ്കിലും കണക്ഷൻസ് ഒക്കെ ഇട്ട് പഠിക്കാം, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരും, ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. ഓരോ ദിവസം വീഡിയോ ഇടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ളത്. അപ്പം ഇന്ന് കേരള ഹിസ്റ്ററി ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ഓഫ് പറയുന്നത് ഇവരിങ്ങനെയാണ്, ഒരു റേഞ്ചാണ് പറയുന്നത് കേട്ടോ. 54, 68 എന്നുള്ളൊരു റേഞ്ചാണ് ഇവർ പറയുന്നത്. നമുക്ക് നോക്കാം എന്ത് തന്നെയായാലും. പിന്നെ എനിക്ക് 60 മാർക്കാണ്, എനിക്ക് 70 മാർക്കാണ്, ഈ ഹോപ്പ് ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ സത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ, സോറി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. നമുക്ക് ക്ലാസ്സുകൾ ഇടാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.